അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം മസാലകളൊന്നും ഇല്ലാതെ കണ്ടില്ലേ. ഹായ്, അസ്സലാമു അലൈക്കും. ഈസി ആൻഡ് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ഫിഷ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു അടിപൊളി ബിരിയാണി. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. 2 സവാള, 2 തക്കാളി, 4-5 പച്ചമുളക് എരിവിനനുസരിച്ചുള്ളത്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഈ സവാള നമുക്ക് ഫസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനായിട്ടൊന്ന് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരക്കരുത്, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മളിവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ മതി കേട്ടോ, ഫൈൻ പേസ്റ്റ് ആവരുത്. ഈ ഫിഷ് ബിരിയാണി ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കണത്. വെളിച്ചെണ്ണയും നെയ്യ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതാ വെളിച്ചെണ്ണ ചൂടായ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണ്ടേ. ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കണ ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള ഉള്ളി ചേർക്കാം. ഉള്ളി ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് അടിച്ചെടുത്തിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെള്ളുള്ളി അടിച്ചെടുത്തതുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂണ് പേസ്റ്റാണ് ചേർക്കുന്നത്. അല്ലേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തതാണ്, അപ്പോൾ അതിന് പാകമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡിയായി വരുന്ന സമയത്ത് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഒരു സമയത്ത് തന്നെ ഇതുപോലെ തക്കാളി അടിച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ തക്കാളിൻ്റെ ഒരു പച്ചച്ചുവ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയാവും. തക്കാളി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. കൂടുതലായിട്ട് മസാലകളൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഫിഷ് ഫ്രൈയിൽ ഓൾറെഡി ചേർത്തതാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, ബിരിയാണി മസാല ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇങ്ങനെ നമ്മളെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്ത് ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഓയിൽ വളരെ കുറച്ച് മതി കേട്ടോ. നമ്മൾ കുറച്ച് മാത്രം, ഇപ്പോൾ കണ്ടില്ല ഞാൻ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൂടാണ്ട് ഈ സവാളൻ്റെ ഒക്കെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ലേ, അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്കും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ ഒക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഉള്ളവർക്ക് ഇടാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ഇടണുള്ളൂ. അതൊട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ളത്, അത് ശാലോ ഫ്രൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫിഷ് ഫ്രൈ ചെയ്യുന്നതൊക്കെ നമ്മൾ നോർമലി ചെയ്യണത് തന്നെ, ഫിഷ് ബിരിയാണിക്ക് ചെയ്യണ അതിൽ തന്നെ ചെയ്തെടുക്കുക. ട്രഡീഷണൽ വേയിൽ എങ്ങനെയാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മുമ്പ് ഉമ്മ എന്നെ ചെയ്ത് തന്നിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവർക്ക് കണ്ടു നോക്കുക. അത് നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ ഉള്ളൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഞാനിവിടെ റൈസ് റെഡി ആക്കുന്നത് വൈറ്റ് ബസ്മതി വെച്ചിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കുക്കറിലാണ് ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം.
2 3 ഏലക്കായ, ഗ്രാമ്പു, പട്ട, കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിൽ അണ്ടി മുന്തിരിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഗീ റൈസ് റെഡിയാക്കി എടുക്കുക. ഞാനിതിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 4 ഗ്ലാസ് തന്നെ വെള്ളം എടുത്തിട്ടുള്ളത്. ഏത് അളവിനാണോ നിങ്ങൾ എടുക്കണത് അളവിന് തന്നെ വെള്ളം കൂടെ കറക്റ്റായിട്ട് എടുക്കുക. അപ്പോൾ അതൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ചേർക്കുക. ഈ ചോറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ക്ലീനാക്കി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുക്കറിൽ നമ്മൾ ബസ്മതി റൈസ് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സമയത്തെന്ന് വെച്ചാൽ റൈസ് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ട്രൈ ചെയ്ത് ഫുൾ റൈസും ചേർത്തിട്ടുണ്ട്. ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുക്കർ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. അതിൽ ഒറ്റൊരു വിസിൽ കേട്ടോ, ഒരു വിസിൽ വന്നാൽ മതി. ആ ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. നമ്മുടെ ഫുൾ പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ കുക്കറിപ്പം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒട്ടിപ്പോവുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള ചോറായിട്ടുണ്ട് കേട്ടോ. ഇനി ചോറ് നമുക്ക് ദമ്മാക്കിയെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ടു. ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാം. കുക്കറിൽ കണ്ടില്ലേ, അടി പിടിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ. ഫുൾ ചോറ് നമ്മളിപ്പോൾ അതിലേക്ക് നിരത്തി കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തതുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. ഉള്ളി പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ ഇടണം എന്നുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മാത്രം, അല്ല 1/2 ടേബിൾ സ്പൂൺ മാത്രം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. നെയ്യ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണില്ല, അധികം നെയ്യ് വേണ്ടാന്നുള്ളതുകൊണ്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ചേർത്തതാണല്ലോ. നമുക്കത് അടച്ച് വെച്ചിട്ട് ഹൈ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ ഒന്ന് സ്റ്റീം വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ ഈ റൈസ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്രഷർ കുക്കറിലേക്ക് തന്നെയാണ് കേട്ടോ റൈസ് മാറ്റാൻ. അതുകൊണ്ടല്ലേ നല്ല ഒന്നിൽ തൊടാത്ത നല്ല റൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കൊന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിലുള്ള വൈറ്റ് റൈസ് ഇതൊക്കെ ഒന്ന് മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇന്നിപ്പോൾ ഫുള്ള് റൈസ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഈസിയായിട്ട് നമ്മൾ ഇവിടെ ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, മസാലയൊക്കെ നല്ല കുഴഞ്ഞിരിക്കുന്ന തന്നെ ഉണ്ട്. അധികം ഉള്ളി ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ റെഡിയാക്കി നോക്കുക. അധികം നെയ്യൊന്നും നല്ല ഹെൽത്തി ബിരിയാണി തന്നെ പറയാം കേട്ടോ. ഇതിന് ഹെൽത്തി ബിരിയാണി എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പക്ഷെ അധികം നെയ്യ് ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അടിപൊളിയാക്കി റെഡിയാക്കി എടുത്തന്നെ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.